ഇത് എന്തെടുക്കുമായിരുന്നടി ഇതുവരെ? എത്ര നേരം കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാന്നറിയാവോ? ഇപ്പം തന്നെ ടൈം ഒരുപാടായി. പൊന്നുമോക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ വരാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? സോറി ചേച്ചി, എഴുന്നേറ്റപ്പം അല്പം ലേറ്റായിപ്പോയി, അതാ പറ്റിയേ. എങ്ങനെയാ ലേറ്റ് ആവാണ്ടിരിക്കുന്നേ? നേരത്തും കാലത്തും കിടന്ന് ഉറങ്ങിയാലല്ലേ രാവിലെ സമയത്ത് എണ്ണിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നലെ നൈറ്റ് കൂടി ഞാൻ വെള്ളം എടുക്കാൻ പോയപ്പോൾ കൃഷ്ണ നിന്റെ റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വെറുതെ വന്ന ആ സമയത്ത് നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ ഒന്നും മിണ്ടാണ്ട് പോയത്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞതാ രാത്രി ഇത്രയും ടൈം നീ ഉറക്കൊഴിഞ്ഞ് ഇരിക്കരുതെന്ന്. പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. ഇനി നോക്കിക്കോ, പറച്ചിലില്ല, എന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം മേടിക്കുമ്പോഴേ നന്നായിക്കോളും. ഇപ്രാവശ്യത്തേക്കും കൂടി ക്ഷമിച്ചേരെ സീതമ്മ. സോറി, നൈറ്റ് എനിക്ക് ഉറക്കം വന്നില്ല. അപ്പം ഞാൻ ഫോണും തോണ്ടിക്കൊണ്ടിരുന്നതാണ് അല്ലേ? അപ്പം പിന്നെ എങ്ങനെ ഉറക്കം വരാനാ? എന്റെ പൊന്ന് സീത, നീ ഒന്ന് മതിയാക്ക്. അവൾ വന്നിരുന്ന് വല്ലതും കഴിക്കട്ടെ. ഇപ്പം തന്നെ ലേറ്റായെന്ന് പറഞ്ഞ് നീ കേട്ടില്ലേ? കഴിക്കാൻ നോക്ക്. ഇനി ഇവിടെ ഇരുന്ന് ലേറ്റാവാൻ നിൽക്കണ്ട. ചായൻ നിർമ്മല തേണ്ട നമ്മുടെ കൃഷ്ണയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയത്. എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ മിക്കവാറും അവള് നമ്മുടെ മിത്തിനെ ആവും തിരയുന്നത്. ഞാൻ കണ്ടട. എന്തായാലും ഇതെവിടെ വരെ പോന്ന് നോക്കാം. നീ എന്തെങ്ങനെ നോക്കിയിരിക്കുന്നേ? കൃഷ്ണ, നീ ഒന്നും കഴിക്കുന്നില്ലേ? ആ, ഞാൻ കഴിക്കാൻ പോവാ. പെട്ടെന്ന് കഴിച്ചിട്ടോ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ആ ചേച്ചി. ഒരു പണിയെടുക്കാതെ കൈ കഴുകി വന്ന് ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നതിനും വേണം അല്പം തൊലിക്കട്ടി. മട്ടുംഭാവം കണ്ടു കഴിഞ്ഞാ ഈ വീട്ടിലെ കെട്ടിലമ്മയാന്നേ പറയത്തുള്ളൂ. ഓരോരോ ജന്മങ്ങള്. രാവിലെ തന്നെ ഇവർക്ക് വേറെ ഒരു പണിയില്ലാണ്ടിരിക്കാന്നാ തോന്നുന്നേ. പറട്ടെ തള്ള. അതെന്താന്ന് നിനക്ക് മനസ്സിലായില്ലേ? മിത്തില്ലാത്തതൊക്കെ നോക്കി കൃഷ്ണയ്ക്ക് 2 കൊട്ടു എടുക്കാൻ നോക്കുക അവര്. അതിൻ്റെതായി കാണിക്കുന്നതൊക്കെ അതെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നി ചേച്ചി, ആഹാരം കഴിക്കുമ്പോഴെങ്കിലും ഒന്ന് മര്യാദക്കിരുന്ന് കഴിക്കാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന് കഴിക്കുന്നവരാരും കിച്ചണിൽ കയറി പണിയെടുത്തിട്ടല്ലല്ലോ ഇരുന്ന് കഴിക്കുന്നത്. അതിനിവിടെ മേരി ചേച്ചിയുണ്ട്. അതുകൊണ്ട് ചേച്ചി ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, ഇരുന്ന് കഴിക്കാൻ നോക്ക്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെന്തുവാ? ഇല്ലില്ല, ഒന്നും പറഞ്ഞില്ല. ഞങ്ങളൊന്നും കേട്ടതും ഇല്ല. ആൻറ്റി കഴിക്കാൻ നോക്ക്. അതെ ആൻറ്റിയുടെ സ്പെഷ്യൽ ഐറ്റം എന്തേ എനിക്ക് കിട്ടിയില്ലല്ലോ. സ്പെഷ്യൽ ഐറ്റോ? അതിന് ഞാൻ പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്തില്ലല്ലോ. കുക്ക് ചെയ്തില്ലയോ? എന്നിട്ടാണോ വന്നിരുന്നു? മോശമായിപ്പോയി. അത്
ഏ ഡാ നീയും ഒന്നുമില്ല, കഴിച്ചോ കഴിച്ചോ. വിച്ചു, ഇതെന്താ മിത്തിന്ന് രാവിലെ തന്നെ പോയത്? നിങ്ങൾക്ക് പോണ്ടായിരുന്നു? അതോ പപ്പാ, ഒരു ന്യൂ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അലക്സിൻ്റെ കൂടെ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാവൻ. സത്യം പറഞ്ഞാൽ നിർമ്മൽ പോവാന്ന് പറഞ്ഞിരുന്നതാ. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഇന്നലെ നൈറ്റ് വന്നിട്ട് അവൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അതാ. എന്നിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരുമോ? അറിയത്തില്ല പപ്പ. കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു 1 വീക്കോ 2 വീക്കോ ആവും. ചുരുക്കം പറഞ്ഞാൽ എപ്പോഴത്തെയും പോലെ തന്നെ അല്ലേ? പോയാൽ ഒരു പോക്കങ്ങ് പോയേക്കും. ഇനി എവിടാന്നറിയാനൊന്നും മഷിയിട്ട് നോക്കേണ്ടി വരും. എപ്പോഴും അങ്ങനെ ആണല്ലോ. ഏയ്, അതോർത്തെന്തായാലും അമ്മ വിഷമിക്കണ്ട. ഇത്തവണ അവൻ എന്തായാലും ഇവിടെ നേരത്തെ വന്നിരിക്കും. അവന് വേണ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതുമായിട്ടുള്ള പലതും ഇവിടെ ആണല്ലോ ഇപ്പം. അപ്പൊ പിന്നെ അവനെങ്ങനെ അത്രയൊക്കെ മാറിയിക്കാൻ പറ്റുന്നേ? എന്തുവാടാ? ഏയ് ഒന്നുമില്ലമ്മ. അവൻ മുന്നത്തെ പോലെ അത്ര ലേറ്റ് ആവത്തില്ലെന്ന് പറഞ്ഞതാ. എന്തായാലും അവൻ വന്നിട്ട് വേണം ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ. ഇനിയും അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇവിടെ ചിലരൊക്കെ വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞിരിക്കാന്നാ തോന്നുന്നത്. അല്ലേ ജാൻവി? എന്താ ആൻറ്റി? ഒന്നുമില്ല, കഴിച്ചോ. എന്താ അമ്മ? അതൊന്നുമില്ല, അവൻ വരട്ടെ, അവൻ്റെ കാര്യമല്ലേ. ആദ്യം അവൻ്റെ അടുത്ത് പറയട്ടെ, അതിന് ശേഷം നിൻ്റെ അടുത്തൊക്കെ പറയാം കേട്ടോ. കഴിച്ചിട്ടുണ്ടെങ്കിൽ പാ നോക്ക്. അത് കണ്ട നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ കയറിയതാ നീ. നിന്നെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ ചേർത്ത് നിർത്താനാ തോന്നിയത്, കൈവിട്ട് കളയാൻ തോന്നിയില്ല. അതാ ദേഷ്യവും വാശിയെല്ലാം കാണിച്ച് നിന്റെ പുറകെ. പക്ഷെ ഞാൻ അറിഞ്ഞില്ല നിന്റെ മനസ്സിൽ, നിന്റെ മുന്നിൽ ഞാനൊരു ശല്യാണെന്ന്. എൻ്റെ പപ്പയും അമ്മയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരെയും നിർബന്ധിക്കാൻ പാടില്ല ഒന്നിനും. അതുകൊണ്ട് ശിവ, ഇനി മുതൽ എൻ്റെ ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ. നിന്നെ പുറകെ നടന്ന് ശല്യപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ഞാൻ വരത്തില്ല. ഇനി അതുകൊണ്ടാണോ എൻ്റെ മുന്നിൽ വരാണ്ട് പോയത്? അപ്പോൾ ശരിക്കും അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ തന്നെയല്ലേ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരാനോ ഇനി കാണാനോ പാടില്ലെന്ന്. എന്നിട്ട് അതെ, അടിയനകത്തേക്കൊന്ന് വരാമോ മാഡം? ജീന, നീയോ? അതെ,
ഞാൻ തന്നെ നിന്നെ വന്നൊന്ന് കണ്ട് രണ്ട് പറയണമെന്ന് വെച്ചിട്ട് വന്നതാ. ആദ്യം വിചാരിച്ചത് ഫോൺ ചെയ്ത് പറയാന്ന്, പക്ഷേ എനിക്കൊരു സമാധാനവും സംതൃപ്തിയും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ പൊന്നുവാ പറഞ്ഞേ നിനക്കിന്ന് മോർണിംഗ് ആണെന്ന്. അതാ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. പറയാനോ? എന്തുവാ? എന്തോ പറയാനാ? അയ്യോ, ഒന്നും അറിയത്തില്ല. എന്തോ ഒരു പഞ്ചപാവോ എൻ്റെ കൊച്ച്. എന്തുവാടി കാര്യം പറ. നിന്റെ അടുത്ത് ഞാൻ ഇന്നലെ നല്ല വാക്ക് പറഞ്ഞതല്ലേ ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന്. എന്നിട്ട് നീയല്ലേ സമ്മതിക്കാണ്ടിരുന്നത്? ഹാ, അതിനിപ്പോൾ എന്താ? അതിനിപ്പോൾ നിനക്കൊന്നുമില്ല, കിട്ടിയത് മൊത്തം എനിക്കല്ലേ. നിനക്കോ? എന്ത് കിട്ടിയെന്ന്? എന്താണോ? ഇന്നലെ നൈറ്റ് പൊന്നു വിളിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. എല്ലാവരുടെ വായിരിക്കുന്നത് ഞാൻ കേട്ടു. നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയില്ല എന്നും പറഞ്ഞു. അല്ല, നീ എവിടെ പോയിരിക്കുമായിരുന്നു? ഫോൺ വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല, ബാക്കിയുള്ളവരെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പോട്ടെ, ആ മിത്ത് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അവൻ്റെ വായിരിക്കുന്ന മൊത്തവും ഞാൻ കേട്ടു. സത്യം പറഞ്ഞാൽ അവൻ്റെ ദേഷ്യം കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. അറിയോ നിനക്ക്? ഇച്ചായൻ നിന്നെ വിളിച്ചായിരുന്നു. പിന്നെ വിളിക്കാഞ്ഞിട്ടാണോ അവൻ എന്നെ ഇത്രയും പറഞ്ഞത്? ഇനി ഇതുപോലെ കാണിക്കരുതെന്ന് എനിക്ക് വാണിംഗ് തന്നിട്ടുണ്ട്. ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടാടി? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാഞ്ഞേ. അവസാനം എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് എൻ്റെ മണ്ടേ വന്നു. കൃഷ്ണ, നിനക്കൊരു കാര്യം അറിയോ? ഇന്നലെ മിത്ത് എന്നെ വിളിച്ച് ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് ദേഷ്യമോ വിഷമോ അല്ല തോന്നിയത്, മറിച്ച് സന്തോഷമാണ് തോന്നിയത്. നിനക്ക് വേണ്ടി നിന്നെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ മുതൽ അവൻ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ, അവൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ. അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടടാ. നീ അതൊന്ന് മനസ്സിലാക്ക്. അല്ലാണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടി വെറുതെ. നിനക്ക് ഇനിയും ടൈമുണ്ടടാ. മിത്തിൻ്റെ കാര്യത്തിൽ നിനക്കൊന്ന് മാറി ചിന്തിച്ചൂടെ? ഞാൻ ആഗ്രഹിച്ചാൽ പോലും അത് നടക്കത്തില്ലെന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ എന്തിനാ ജീന? നമ്മൾ ഇന്നലെ ഇതിനെക്കുറിച്ച് സംസാരിച്ച് അവസാനിപ്പിച്ചതല്ലേ. പിന്നെ നീ അതല്ല കൃഷ്ണ. വേണ്ടടാ, മറ്റൊരാൾക്ക് തീരെഴുതി നൽകിയ എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് പോലും ഒരു അവകാശമില്ല. അപ്പൊ പിന്നെ എങ്ങനാടാ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ആ പാവം പിടിച്ച ഇച്ചായനെ കൂടി ഇതിനകത്തോട്ട് വലിച്ചിടുന്നത്? അതിനേക്കാളും നല്ലത് ഇതെല്ലാം ഇങ്ങനെ അങ്ങ് അവസാനിക്കുന്നതാ. ആദ്യം കുറച്ച് വിഷമം ഉണ്ടായിരിക്കുമെന്നേ ഉള്ളൂ, പക്ഷെ പറഞ്ഞു കേട്ടിട്ടില്ലേ, കാലം വായിക്കാത്ത മുറിവുകളും വേദനകളും ഇല്ലെന്ന്. അതുപോലെ എല്ലാവരും എന്നെയും മറക്കും. ശരിയായിരിക്കും, നീ പറഞ്ഞ പോലെ കാലം വായിക്കാത്ത മുറിവുകളും വേദനകളും ഇല്ലായിരിക്കാം. എങ്കിൽ ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ കൃഷ്ണ, നിന്നെ കൊണ്ട് മിത്തിനെ മറക്കാൻ കഴിയോ? അത് ഇല്ലല്ലേ. പിന്നെ നിനക്കങ്ങനെ പറയാൻ കഴിയും അവനെ കൊണ്ട് നിന്നെ മറക്കാൻ കഴിയുമെന്ന്? നീ എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും എനിക്കറിയാം നിനക്കും അവനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. നിൻ്റെ ഉള്ളിലും അവനുണ്ടെന്ന്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ കൃഷ്ണ? പറ നീ. നിന്റെ കയ്യിൽ ഇതിനുള്ള മറുപടി ഇല്ലല്ലേ കൃഷ്ണ? എന്തായാലും ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. മിത്തിനെ പോലെ നിന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും മറ്റാരെ കൊണ്ടും കഴിയത്തില്ല. അത് നീ മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. എന്തായാലും ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. മിത്തിനെ പോലെ നിന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും മറ്റാരെ കൊണ്ടും കഴിയത്തില്ല. അത് നീ മനസ്സിലാക്കിയ നിനക്ക് കൊള്ളാം. ഹലോ അച്ഛാ. ഹലോ മോളെ. പറ അച്ഛാ. അല്ല, നിനക്ക് ഇന്നെന്താ പറ്റിയേ? എനിക്കിന്ന് എന്ത് പറ്റാൻ? അല്ല, നീ സാധാരണ വിളിക്കുന്ന സമയം കഴിഞ്ഞു, അതാ ഞാൻ. സമയം?
അത് ഞാൻ കുറച്ച് തിരക്കായിപ്പോയി, അതാ. സോറി അച്ഛാ. എന്തിനാടാ സോറി? മോളെന്നും വിളിക്കുന്ന സമയം കഴിഞ്ഞോണ്ട് അച്ഛൻ വിളിച്ചു നോക്കിയതാ. മോള് തിരക്കാണെങ്കിൽ വെച്ചോ, അച്ഛൻ പിന്നെ വിളിക്കാം. ഏയ് ഇല്ല അച്ഛാ, സാറില്ല. തിരക്കെല്ലാം കഴിഞ്ഞു. അച്ഛൻ സംസാരിച്ചു. അച്ഛൻ ഫുഡ് കഴിച്ചായിരുന്നോ? അതൊക്കെ കഴിച്ചടാ. മോള് കഴിച്ചോ? ആ, ഞാനും കഴിച്ചു. പിന്നെ മെഡിസിൻ എടുത്തായിരുന്നോ? അതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ വേറെന്താ, നമുക്ക് സുഖമല്ലേടാ? എനിക്ക് സുഖാ. കൃഷ്ണ, മോക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേടാ? ഏയ് ഇല്ല. എന്താ പറ്റിയേ? എന്തോ മോക്കെന്തോ വിഷമമുള്ള പോലെ അച്ഛന് തോന്നുന്നു. ഏയ് അങ്ങനൊന്നുമില്ല. അതെല്ലാം അച്ഛൻ്റെ വെറും തോന്നൽ മാത്രാ. എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആൻറ്റി അങ്ങളും പിന്നെ അങ്ങോട്ടൊക്കെ കാണാൻ വന്നായിരുന്നോ? ആ, ഇന്ന് രാവിലെ കൂടി വന്നായിരുന്നടാ. എന്നാലും അച്ഛനിപ്പോ ആരുടെ കൂടെയാ? ആരാ നോക്കുന്നേ? എവിടാന്ന് വല്ല ഐഡിയ ഉണ്ടോ അച്ഛന്? സത്യം പറഞ്ഞ അച്ഛനും അറിയത്തില്ല മോളെ. ഞാനും പലവട്ടം സ്റ്റീഫൻ്റെ അടുത്ത് ചോദിച്ചതാ, ആരാ ഇത്ര കാര്യമായിട്ട് എന്നെ. പക്ഷെ എന്തോ ചെയ്യാനാ, അവൻ പറയണ്ടേ. ചോദിക്കുമ്പോഴെല്ലാം അവൻ പറയുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ആരോ ആണെന്നാ. സമയാവട്ടെന്ന് അവൻ പറയുന്നത്. എന്തായാലും നമ്മുടെ സ്റ്റീഫനും ശോഭ ആയതുകൊണ്ട് നമുക്ക് ദോഷം വരുന്ന ഒന്നും അവർ ചെയ്യത്തില്ലല്ലോ. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാനും പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. എന്തായാലും അവരെന്നെ നല്ലപോലെ നോക്കുന്നത്. സമയാസമയം ഫുഡ് തരുന്നത്, മെഡിസിൻ തരുന്നത് ഒന്നും നമ്മളങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. എല്ലാം കൃത്യമായിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം അതേപോലെ ചെയ്യുന്നുണ്ട്. എന്നാലും ആരായിരിക്കും അച്ഛാ നമ്മളറിയാത്ത നമ്മുടെ റിലേറ്റീവ്? ഞാൻ ജീനടുത്ത് ചോദിച്ചപ്പോഴാണെങ്കിൽ അവൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തൂടിയില്ല. അവളോട് ആൻറ്റി പറഞ്ഞേക്കുന്നത് ഏതോ റിലേറ്റീവിൻ്റെ വീട്ടിലാണെന്ന് മാത്രമാണ്. പിന്നെ എന്തായാലും ഇങ്ങനെ ഡെയിലി വിളിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അച്ഛൻ പിന്നെ അവിടെ സേഫും അല്ലേ. കാര്യങ്ങളെല്ലാം ഇതുപോലെ പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ആരായാലും എനിക്ക് അവരോട് ഒരുപാട് നന്ദിയുണ്ട്. അച്ഛനെ ഇതുപോലെ നോക്കുന്നില്ലേ, അത് മതി. തുടങ്ങി കൃഷ്ണ, മതിയാകടി. ഇനി ഓരോന്ന് പറഞ്ഞ അവസാനം വെറുതെ എന്നത്തെയും പോലെ കരയാനാണോ? ഒരു കാര്യം ചെയ്യ്, മോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അച്ഛൻ നാളെ വിളിക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ശരി അച്ഛാ, ഗുഡ് നൈറ്റ്. അച്ഛനും കിടന്ന് ഉറങ്ങാൻ നോക്ക്. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി ഉറക്കം കളയണ്ട. ശരിയടാ. ശരി അച്ഛാ. ഓയ്, ഇതുവരെ കിടക്കാൻ സമയം ആയില്ലേ? വിച്ചു ഏട്ടനോ? എന്തെടുക്കുവാ? അച്ഛനോട് സംസാരിച്ചോണ്ട് നിന്നതാ. എന്നിട്ട് അങ്കിൾ എന്തോ പറഞ്ഞു? പ്രത്യേകിച്ചൊന്നുമില്ല, എന്നത്തെയും പോലെ തന്നെ. അങ്കിളിന് അവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അഥവാ എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, നമുക്കത് ശരിയാക്കാം. അതിന് അച്ഛൻ എവിടാന്ന് വിച്ചു ഏട്ടൻ അറിയോ? വിച്ചു, എനിക്ക് അറിയത്തില്ല. ഞാൻ അല്ലാണ്ട് പറഞ്ഞതാ. അങ്കിൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി, നമുക്കത് ശരിയാക്കാന്ന്. ഓ അങ്ങനെ. പക്ഷെ അതിന് എനിക്ക് പോലും അറിയത്തില്ല വിച്ചേട്ടാ, അച്ഛൻ എവിടാന്ന്. എന്തിന് അച്ഛന് പോലും അറിയത്തില്ല. എന്തായാലും സേഫായിട്ടിരിക്കുക, അത് മാത്രം ഒരു സമാധാനം. അല്ല, പിന്നെ വേറൊന്നും പറഞ്ഞില്ലേ? ഹേയ്, പ്രത്യേകിച്ച് വേറൊന്നും പറഞ്ഞില്ല. അങ്കിൽ കൂടുതൽ നേരം ഇവിടെ നിന്ന് മഞ്ഞു കൊള്ളാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ രാവിലത്തെ കണക്ക് സീതമ്മയുടെ വായിരിക്കുന്ന കേൾക്കേണ്ടി വരും. അത് ശരിയാ. അല്ല, വിച്ചോട്ട് വന്നിട്ട് കുറെ നേരമായോ? വന്നിട്ടിപ്പം കുറച്ചു നേരമായി. എന്നിട്ട് നിർമ്മലേട്ടനോ? അവൻ അവിടെ പപ്പയായിട്ട് സംസാരിച്ചിരിപ്പുണ്ട്. അല്ല, മറ്റേ
മിത്ത് വന്നോ? ഹേയ് ഇല്ല, അവൻ ചിലപ്പം 2 ദിവസവും കൂടി എടുക്കും വരാൻ. 2 ദിവസമോ? ആ 2 ദിവസം എടുക്കും. എന്താ, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ അവനെ കണ്ടിട്ട്? ഏയ് പ്രത്യേകിച്ചും ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലും എനിക്കെന്താ ആവശ്യം, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മതി മതി, കിടന്ന് ഉരുളണ്ട കൂടുതൽ. എന്ത്? ഒന്നുമില്ല, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ പോവാ. അല്ല, വിച്ചോട്ടൻ പോണില്ലേ? ഹാ, ഒരു കോൾ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് നിന്നെ കണ്ടത്. അത് കഴിയുമ്പം ഞാനും പോവും. എങ്കിൽ ശരി, കോൾ ചെയ്തോ, ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീതമ്മ മോളെ, ഞാൻ കുളിക്കാടാ. ദേണ്ട, അമ്മ ചോദിച്ച ടാബ്ലറ്റ് എന്താ? ഞാൻ ദേ ഈ ടേബിളിന്റെ മണ്ട വെച്ചിട്ടുണ്ടേ, കഴിക്കാൻ മറക്കല്ലേ. ഏയ് ഇല്ലില്ല, നീ അതോടെ വെച്ചേരെ, ഞാനെടുത്ത് കഴിച്ചോളാം. മോളെ, നീ പോയോ? ഏയ് ഇല്ലമ്മ. അങ്കി മോള ഫോൺ ഒന്ന് എടുക്കോ, മിക്കവാറും മിത്തായിരിക്കും. ഞാനങ്ങോട്ട് വിളിച്ചപ്പോ അവ എടുത്തില്ലായിരുന്നു, അതായിരിക്കും അവ ഇപ്പം വിളിക്കുന്നത്. മോളൊന്ന് എടുത്തിട്ട് പറ, അമ്മ കുളിക്കുക, 5 മിനിറ്റ് കഴിയുമ്പോ അങ്ങോട്ട് വിളിക്കാന്ന്. ആ അമ്മ പറയാം. ഹലോ അമ്മ. ഹലോ അമ്മ, കേൾക്കുന്നുണ്ടോ പറയുന്നേ? ഹലോ ശിവ. ഹലോ ഹലോ ഹലോ. സീതമ്മ കുളിക്കുക. ആണോ? അപ്പൊ പിന്നെ ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ കൃഷ്ണയാ. ഓ, സീതമ്മ ഇറങ്ങുമ്പോ അങ്ങോട്ടേക്ക് വിളിക്കാന്ന് പറയാൻ പറഞ്ഞു. ആണോ? ശരിയെങ്കിൽ. ആന്റി. അല്ല, അതാരാ? ജാൻവിയാണോ? ആണ്. എങ്കിൽ അവളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. ഹാ, കൊടുക്കാം. കൃഷ്ണ, താനെന്തെടുക്കും ഇവിടെ? അത് ഇന്നോ? ഇത് ആന്റിയുടെ ഫോണല്ലേ? ആന്റിയുടെ ഫോണൊക്കെ തന്നെ വേണ്ട. മിത്ത് വിളിക്കുന്നു, തൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞു. മിത്തോ? അല്ലല്ലേ, ഞാൻ അവനെ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. ഹാ, എങ്ങോട്ടാ? ഹലോ. ദൂരെ നിന്ന് അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടപ്പോഴേ ജാൻവിയാണെന്ന് മനസ്സിലായി. എന്നിട്ടാ എൻ്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവേണ്ട ആരാണെന്ന് ചോദിച്ചത്. എല്ലാം മനഃപൂർവ്വമായിരിക്കും, എനിക്കറിയാം. എന്നോടുള്ള ദേഷ്യം തീർക്കുന്നതല്ലേ. എന്നാലും 2 ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പം വിളിക്കുമ്പം എന്തായതാണെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? സുഖമാണോന്നൊന്നും ചോദിച്ചില്ല. ഉടനെ വെക്കാൻ പോയ ആളാ. എന്നിട്ട് നിന്നും കളിച്ച് ചിരിച്ച് നിന്ന് സംസാരിക്കുന്നത് നോക്ക്. എൻ്റെ അടുത്ത് മാത്രം ഒന്നും സുരുങ്ങിപ്പോനേനേ നാം പോനേനേ കണ്ണിരുந்துം കപോതയാനേനേ നാനേനേ ഉന്നെ பார்த்த போது ஊமையா நின்னேனே நான் நின்னேனே சிலையா நின்னேனே
ഇതിപ്പം എത്ര ദിവസമായി ചായ നിങ്ങളിവിടുന്ന് പോയിട്ട്? ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് വിജുവേട്ടനാണെങ്കിൽ 2 ദിവസം ഒന്ന് പറഞ്ഞതാ. ഇപ്പം 2 ആഴ്ച കഴിഞ്ഞ് ഇതുവരെ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പോലും നിങ്ങൾക്ക് തോന്നിയില്ലേ? എനിക്കാണെങ്കിൽ നിങ്ങളെ കാണാൻ തോന്നുന്നു അച്ചായ. എന്തൊക്കെയോ സംസാരിക്കാൻ തോന്നുക നിങ്ങളുടെ അടുത്ത്. പക്ഷേ മറഞ്ഞു നിന്നെന്തിനൻ മനസ്സിലെ കുങ്കുമം തളിർ വിരൽ തുമ്പിനാൽ കവർന്നു നീ ഇന്നലെ ജന്മകടങ്ങളിലൂടെ വരും നിൻ കാൽപ്പാടുകൾ പിന്തുടരാൻ എന്റെ മനസ്സിലലിഞ്ഞൊരുക്കും നിന്റെ പ്രസാദം പങ്കിടുവാൻ മഞ്ഞിതൾ മൂടുമോരോർമകളിൽ ഒരു പൊൻതിരിയായി ഞാൻ കൂട്ടുണരാൻ വെള്ളിനില തുള്ളികളോ കൺപീലിയിൽ തെല്ലലിയും ചന്ദനമോ പൊൻതൂവലിൽ. ഇച്ചായ ഇച്ചായനും വന്നാണോ? അപ്പോ ഇന്നും വന്നില്ലേ? ആരാ മോളെ? അവന്മാരാണോ വന്നേ? ആ അമ്മ, വിജയേട്ടനും നിർമ്മലേട്ടനുമാ വന്നേ. അമ്മ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ കിടക്കാൻ പോവാണേ. മോള് പോയി കിടന്നോ. കൃഷ്ണ, ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. മിത്തേ, നിനക്കിതെന്താ പറ്റിയേ? देखो करीब से मिले हैं नसीब से आएगा पल ये फिर कहाँ मैं तो तेरे नाल ही रहना जी हर गम संग तेरे सहना जी जो जग से कहा ना जाए वो मुझको बस तुझसे कहना